നീതിക്കും ധർമ്മത്തിനും പര്യായമെന്ന പോലെ ഈരേഴു 14 ലോകങ്ങളിലും പ്രശസ്തനായി തീർന്ന ശിബിയെ ഒന്ന് പരീക്ഷിക്കണമെന്ന് ദേവരാജാവായ ദേവേന്ദ്രന് തോന്നി. ഇന്ദ്രദേവനും അഗ്നിദേവനും കൂടി ശിബിയെ പരീക്ഷിക്കുവാനെത്തി. ഇന്ദ്രൻ ഒരു പരുന്തിൻ്റെ രൂപം സ്വീകരിച്ചു, അഗ്നിദേവൻ ഒരു മാടപ്രാവിൻ്റെയും. ശിബി രാജ്യകാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കെ സഭാമണ്ഡപത്തിലൂടെ ചിറകിട്ടടിച്ചു പറന്ന് ഒരു പ്രാവ് രാജാവിൻ്റെ മടിയിൽ വന്നു വീണു. അപ്പോഴേക്കും പ്രാവിൻ്റെ പിന്നാലെ ഒരു പരുന്തും പറന്നെത്തി. പ്രാവിനെ പിടിക്കുവാൻ ശ്രമിച്ച പരുന്തിനെ രാജാവ് തടസ്സപ്പെടുത്തി. കുപിതനായ പരുന്തു പറഞ്ഞു, "ഈ പ്രാവ് എൻ്റെ ഇരയാണ്, അതിനെ എനിക്ക് വിട്ടുതരിക, അല്ലെങ്കിൽ ഞാൻ വിശന്നു മരിക്കും." രാജാവ് പറഞ്ഞു, "ആർത്തത്രാണനമാണ് ക്ഷത്രിയധർമ്മം. എന്നെ അഭയം പ്രാപിക്കുന്ന ഒന്നിനെയും ഞാൻ ഉപേക്ഷിക്കുകയില്ല. ഈ പ്രാവിൻ്റെ ജീവൻ രക്ഷിക്കേണ്ടത് എൻ്റെ കടമയാണ്. ഞാൻ ഇതിനെ നിനക്ക് തിന്നുവാൻ വിട്ടുതരികയില്ല. ഇതിനെ ഞാൻ രക്ഷിച്ചില്ലെങ്കിൽ രാജ്യത്തിന് നാശമേ ഉണ്ടാവുകയുള്ളൂ. മഴ പെയ്യാതെയാകും, വിളകൾ നശിക്കും, രാജ്യമാകെ ക്ഷാമം വരും, പല പ്രതിസന്ധികളും പ്രജകൾ അനുഭവിക്കേണ്ടി വരും. ഒടുവിൽ ഞാൻ നരകത്തിലേക്കും പോകേണ്ടി വരും. ഒന്നിൻ്റെ ഭക്ഷണം മുടക്കി മറ്റൊന്നിനെ മരിക്കുവാൻ അനുവദിക്കുന്നത് രാജധർമ്മമാണോ? പ്രാവ് എൻ്റെ ഭക്ഷണമാണ്. എൻ്റെ ഭക്ഷണം പിടിച്ചു പറിക്കുന്നത് അങ്ങേക്ക് ചേർന്ന പ്രവൃത്തിയല്ല," പരുന്തു പറഞ്ഞു.